ഹായ്. അപ്പം നമ്മുടെ മുമ്പ് അപ്ലോഡ് ചെയ്ത COCൻ്റെ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണത്. അപ്പം പാർട്ട് 1 കാണാത്തവരെല്ലാവരും ആദ്യം പാർട്ട് 1 കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വരാം. ഇതതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഞാനിവിടെ പാർട്ട് 1 ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അപ്പം കാണാത്തവരൊക്കെ പോയി കണ്ടിട്ട് ഇങ്ങോട്ട് വരാം. അങ്ങനെ നമ്മുടെ പ്രീസി ട്രെയിനിങ്ങും പിന്നെ അതുപോലെ കാഡറ്റ്ഷിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ നാട്ടിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനും ചില്ല് ചെയ്യാനും കമ്പനിക്കാരുടെ കൂടെ കുറച്ച് ട്രിപ്പും കാര്യങ്ങളും ദോശ തിന്നാൻ കാശിനായി തപ്പി നോക്കി കീശ. അങ്ങനെ വെക്കേഷൻ ടൈം കഴിഞ്ഞു. ഇനി അഗെയിൻ ബാക്ക് ടു വാർ. ഈ കോമ്പറ്റൻസി എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജാണ്. ഈ COC കിട്ടുന്നതിൻ്റെ മുന്നേ ഉള്ള, അതായത് ഈ COCക്ക് നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കോമ്പറ്റൻസി എക്സാമും കൂടി ഇനി പാസ്സാവണം. അങ്ങനെ കോമ്പറ്റൻസി എക്സാം എന്ന് പറയുന്നത് നമുക്ക് 3 ഫംഗ്ഷനാണുള്ളത്. ഈ 3 ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 പേപ്പർ ഉണ്ടാവും റിട്ടേൺ ആയിട്ട്. അതായത് 6 പേപ്പർ റിട്ടേൺ എക്സാമും പിന്നെ ഈ 3 ഫംഗ്ഷൻ്റെ 3 ഓറൽ എക്സാമും. അങ്ങനെ മൊത്തം ഈ 9 എക്സാമാണ് ഈ കോമ്പറ്റൻസി എക്സാം എന്ന് പറയുന്നത്. ഇത് കൂടാണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് STCW അഡ്വാൻസ്ഡ് കോഴ്സസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കോഴ്സ് ചെയ്യാണ്ട്. അതിൻ്റെ ബേസിക് കോഴ്സസ് നമ്മൾ പ്രീസി ട്രെയിനിങ്ങിൽ നമ്മൾ അമറ്റെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അഡ്വാൻസ്ഡ് കോഴ്സസ് ആയിട്ടുള്ള ഒരു 6 കോഴ്സ്, ഈ 6 കോഴ്സ് നമുക്ക് ചെയ്യാണ്ട്. അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മാരിടൈം കോളേജ് പോയി ചെയ്യാം. ഞാൻ കോയമ്പത്തൂർ പോയിട്ട് ചെയ്തിരുന്നത് C സ്കിൽസ് പോയിട്ട്. അങ്ങനെ അവിടെ ഈ 6 കോഴ്സ് ചെയ്യണം. പിന്നെ ഈ 6 കോഴ്സ് കഴിഞ്ഞിട്ട് 6 എക്സിറ്റ് എക്സാം ഉണ്ടാവും. ഈ ഓരോ കോഴ്സ് കഴിയുമ്പോഴും അതിൻ്റെ എക്സിറ്റ് എക്സാമും നമ്മൾ പാസ്സാവണം. ഇത് കൂടാണ്ട് ഒരു കോഴ്സും കൂടി ഉണ്ടായിരുന്നു. ആ കോഴ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും ടഫായിട്ടുള്ള കോഴ്സും അതായിരുന്നു.